തന്നെ അവര് വിജയിക്കുക. എല്ലാ യുദ്ധങ്ങളിലും, എല്ലാ പ്രശ്നങ്ങളിലും, എല്ലാ ഏറ്റുമുട്ടലുകളിലും അവർ വിജയിക്കുക. നിങ്ങൾക്ക് തോന്നേ എങ്ങനെ? അല്ലാഹു തആല പറഞ്ഞുതരാണ്, ലാ തഹ്സബന്നല്ലദീന കഫറൂ മുഅ്ജിസീന ഫിൽ അർള്. കാഫിരീങ്ങളെ കുറിച്ച് ഭൂമിയിൽ നിങ്ങളെ പരാജയപ്പെടുത്തി മുന്നേറുന്നവരാണവർ, അല്ലാഹുവിനെ തോൽപ്പിക്കുന്നവരാണവർ എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. വമഅ്വാഹുമുന്നാർ, അവരുടെ സങ്കേതം നരകമാകുന്നു. അപ്പൊ നിങ്ങൾക്ക് നല്ല സന്തോഷമാവും അല്ലേ? പരലോകത്തിൽ നിങ്ങൾക്ക് നല്ല സന്തോഷമാവൂലേ? ഇവിടെ ഈ തോൽപ്പിച്ചിരുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ നരകത്തിൽ കാണുമ്പോ നിങ്ങൾക്ക് മുഅ്മിനീങ്ങളെ സന്തോഷമാവില്ലേ? അതിനാൽ ദുന്യാവിൽ കാഫിരീങ്ങൾ മേധാവിത്വം കാണിക്കുന്നത് കണ്ട് നിങ്ങൾ അതിനെപ്പറ്റി തെറ്റിദ്ധരിക്കണ്ട. വലബിഅ്സൽ മസീർ, അവർക്ക് ചെന്നു ചേരാനുള്ള സങ്കേതം വളരെ ചീത്തയാകുന്നു. നിങ്ങളുടെ വിശ്വാസം ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അല്ലാഹു തആല ഈ ആയത്തുകളിൽ പറഞ്ഞത്. ഇനി വിഷയം മാറുകയാണ് കേട്ടോ, ഇനി വേറെ വിഷയങ്ങളാണ്. ഇതാണ് ഖുർആന്റെ ശൈലി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒരേ വിധാനത്തിൽ ഒരേ വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു പോകല്ല അല്ലാഹു തആല ചെയ്യുന്നത്. അതോടെ കഴിഞ്ഞ് ഇനി അല്ലാഹു പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ലിയസ്തഅ്ദിനുകുമുല്ലദീന മലക്കത്ത് അയ്മാനുകും വല്ലദീന ലം യബ്ലുഗുൽ الحلم منكم 3 مرات من قبل صلاة الفجر وحين تضعون ثيابكم من الظهيرة ومن بعد صلاة العشاء 3 عورات لكم ليس عليكم ولا عليهم جناح بعدهن طوافون عليكم بعضكم على بعض كذلك يبين الله لكم الآيات والله عليم حكيم. ഇനി അതൊക്കെ വിട്ടുകാണ്ട് നമ്മളെ സാധാരണ ജീവിതത്തിലേക്ക് വരികയാണ്. നമ്മളെ നാടൻ ജീവിതത്തിലേക്ക് തുടക്കത്തെ പറഞ്ഞ കുറെ വിഷയങ്ങളില്ലേ? നിങ്ങൾ എവിടെ പോകണം, ആരൊക്കെ വീട്ടിൽ വരണം, ആരൊക്കെ കാണാം, ആരോടൊക്കെ ബന്ധപ്പെടാം എന്നൊക്കെ. അതേ മാതിരി ഇനി അല്ലാഹു തആല പറയുന്നത് അതുപോലത്തെ ചില നിയമങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലിയസ്തഅ്ദിനുകും, നിങ്ങളോട് സമ്മതം ചോദിച്ചിട്ട് വേണം കടന്നു വരാൻ. നിങ്ങളെ പരീക്കൈ സമ്മതം ചോദിച്ചിട്ട് വേണം കടന്നു വരാൻ. ആര്? അല്ലദീന മലക്കത്ത് അയ്മാനുകും, നിങ്ങളുടെ അടിമകൾ, നിങ്ങൾ കാശ് കൊടുത്തു വാങ്ങിയ അടിമകൾ. അന്ന് ഇന്ന് പിന്നെ അടിമകളൊന്നുമില്ല, അന്ന് അടിമകൾ. അതുപോലെ വല്ലദീന ലം യബ്ലുഗുൽ ഹുലും, വല്ലദീന ലം യബ്ലുഗുൽ ഹുലും, പ്രായപൂർത്തിയായിട്ടില്ലാത്ത, അല്ലെങ്കിൽ ലൈംഗിക കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ മാത്രം പ്രായമായിട്ടില്ലാത്ത അപ്പൊ ആ നേരത്ത് ഗൾഫിലൊക്കെ ചെന്നാണ്ട് ഒരു 2 മണിക്കൊക്കെ ഒരു പരി ചെന്നാണ് മുട്ടിയാല് അവരാകെ കാണും ഉറക്കത്തുനിന്ന് കണ്ണും തിരുമ്പിയാണ് നീച്ചു വരുന്നത്.
പെണ്ണുങ്ങളോ തലയിൽ തട്ടും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഈ 3 ടൈമുകളിൽ വീടുകളിലേക്ക് കുട്ടികളാണെങ്കിൽ പോലും അതുപോലെ അടിമകൾ ഓലൊക്കെ എപ്പോഴും പെരയിൽ ഉണ്ടാകേണ്ടവരാണ്. കുട്ടികൾ എപ്പോഴും പെരയിലുണ്ടാവും, അടിമകളും പെരയിലുണ്ടാവും, അകത്തൊക്കെ സ്വാതന്ത്ര്യം ഉള്ളവരാണ് അവർ. എന്നാൽ പോലും ഈ 3 നേരത്തെ അവർ കടന്നു വരുമ്പോൾ സമ്മതം വാങ്ങിയിട്ടേ വരാവൂ. കാരണം ഉറക്കന്റെ ഒരു ജീവിതാവസ്ഥയിലായിരിക്കും മനുഷ്യൻ. അപ്പൊ ശരിക്കും അവരൊത്തൊന്നും മറച്ചിരിക്കാൻ സാധ്യതയില്ല. അതിനാൽ ആ സമയത്ത് വീട്ടിലേക്ക് വരുന്നവർ ശബ്ദമുണ്ടാക്കിയിട്ടും വാതിൽ മുട്ടിയിട്ടോ ബെല്ലടിച്ചിട്ടോ മുൻകൂട്ടി വിവരമറിയിച്ചിട്ടേ വീട്ടിലേക്ക് കടന്നു വരാവൂ. ലിയസ്തഅ്ദിനുകുമുല്ലദീന മലക്കത്ത് അയ്മാനുക്കും, നിങ്ങളുടെ അടിമകളും വല്ലദീനലം യബ്ലുഗുൽ ഹുലും, പ്രായപൂർത്തിയായിട്ടില്ലാത്ത കുട്ടികളും നിങ്ങളോട് സമ്മതം ചോദിക്കേണ്ടതാണ്. 3 മർറാത്ത്, 3 ടൈമുകളിൽ. ഏതൊക്കെയാണ് 3 ടൈമുകൾ? മിൻ ഖബ്ല സ്വലാത്തിൽ ഫജ്രി, സുബ്ഹ് നമസ്കാരത്തിന്റെ മുമ്പും, വഹീന തദഊന സിയാബകും മിനൽ ലഹീറ, ഉച്ച സമയത്ത് ഉറങ്ങാൻ വേണ്ടി നിങ്ങൾ വസ്ത്രങ്ങൾ മാറ്റിവെക്കുന്ന സമയത്തും, വമിൻ ബഅദി സ്വലാത്തിൽ ഇശാ, ഇശാ നമസ്കാരത്തിന്റെ ശേഷവും, 3 ഔറാത്തിൽ ലക്കും, ആളുകളിൽ നിന്ന് മറഞ്ഞിരിക്കേണ്ട 3 സന്ദർഭങ്ങളാണ് നിങ്ങൾക്കുള്ളത്. എന്നാൽ ലൈസ അലൈക്കും വലാ അലൈഹിം ജുനാഹും ബഅദഹുൻ, ഇതല്ലാത്ത സമയങ്ങളിൽ ആ അടിമകളും അതുപോലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളും നിങ്ങളുടെ വീടുകളിൽ കടന്നു വരുന്നതിൽ അവർക്കും നിങ്ങൾക്കും കുറ്റമില്ല. തവ്വാഫൂന അലൈക്കും ബഅദുക്കും വലാ ബഅദ്, എന്തുകൊണ്ടെന്നാൽ ചിലര് മറ്റു ചിലരുടെ മേൽ, അതായത് അവർ വീടുകളിൽ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, ഇപ്രകാരം അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു. വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു നിങ്ങളെക്കാൾ നിങ്ങളുടെ കാര്യം നന്നായി അറിയുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു വലിയ ഹിക്മത്തുള്ള സർവജ്ഞനായ ആളാകുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിന്റെ കള്ളിയൊന്നും മനസ്സിലാവില്ല, പക്ഷെ പടച്ച അല്ലാഹ്ക്കറിയാം എന്താണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു നിങ്ങൾക്ക് വിധി പറഞ്ഞു തരുന്നത്. നിങ്ങൾക്കതിന്റെ യുക്തി മനസ്സിലായാലില്ലെങ്കിലും നിങ്ങൾ അനുസരിച്ചു കൊള്ളണം എന്നർത്ഥം. ഇനി വൈദാ ബലഗൽ അത്ഫാലു മിൻകുമുൽ ഹുലും ഫൽയസ്തഅ്ദിനൂ കമസ്തഅ്ദനല്ലദീന മിൻ ഖബ്ലിഹിം. വൈദാ ബലഗൽ അത്ഫാലു മിൻകും, നിങ്ങളുടെ വീടുകളിലൊക്കെ കറങ്ങി നടന്നിരുന്ന, സമ്മതം ചോദിക്കാതെ കറങ്ങി നടന്നിരുന്ന കുട്ടികളുണ്ടല്ലോ, ആ കുട്ടികൾ അവരെ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഫൽയസ്തഅ്ദിനൂ, പിന്നെ അവർ ഏത് നേരത്തായിരുന്നാലും സമ്മതം ചോദിക്കാതെ വരരുത്. പ്രായപൂർത്തി ആകാത്ത കുട്ടികൾക്ക് ഈ 3 നേരം നോക്കിയാൽ മതി, ബാക്കിയുള്ള നേരത്തൊക്കെ വരിയിൽ വരാം. ചെറിയ കുട്ടികളല്ലേ. അല്ലാത്ത നേരത്തെ ഇപ്പൊ നമ്മൾ സുബഹിന്റെ ശേഷം എല്ലാവരും നല്ല ഡ്രസ്സിലുണ്ടാവുക. അതുപോലെ വൈകുന്നേരം ഉച്ചക്കോ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് പിന്നെ അസറക്കായി കഴിഞ്ഞാൽ എല്ലാവരും നല്ല ഡ്രസ്സിലാവും. അപ്പൊ ആ നേരത്തൊക്കെ കുട്ടികൾ സമ്മതം ചോദിക്കാതെ കടന്നു വന്നപ്പോൾ അതിൽ കുറ്റമൊന്നുമില്ല, അവർക്കും കുറ്റമില്ല, നിങ്ങൾക്കും കുറ്റമില്ല, കുട്ടികളാണ്. നേരെ മറിച്ച് അതേ കുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അവർ ഏത് നേരത്തെ കടന്നു വരികയാണെങ്കിലും സമ്മതം ചോദിക്കണം. കമസ്തഅ്ദനല്ലദീന മിൻ ഖബ്ലിഹിം, നേരത്തെ പറഞ്ഞ മിഞ്ഞാനത്തെ ആയത്തിൽ പറഞ്ഞ ആളുകളുണ്ടല്ലോ, സമ്മതം ചോദിക്കേണ്ട ആളുകൾ, അന്യാളികൾ, അവരെ പോലെ തന്നെയാണ് ഇവർക്കും നിയമം ബാധകമാകും. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതി, ഇപ്രകാരം അല്ലാഹു അവന്റെ ആയാത്തുകൾ നിങ്ങൾക്ക് വെളിവാക്കി തരുന്നു. വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു നിങ്ങളുടെ കാര്യങ്ങൾ നന്നായി അറിയുന്നവനാണ്. അല്ലാഹു സർവജ്ഞനും തന്ത്രജ്ഞനുമാകുന്നു. والقواعد من النساء اللاتي لا يرجون نكاحا فليس عليهن جناح أن يضعن ثيابهن غير متبرجات بزينة وأن يستعففن خير لهن والله سميع عليم. والقواعد من النساء اللاتي لا يرجون نكاحا, നിക്കാഹിന് പ്രതീക്ഷയില്ലാതെ വീടുകളിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ ഫലൈസ അലൈഹിന്ന ജുനാഹുൻ, അവരുടെ മേൽ കുറ്റമില്ല.